ആദ്യമായിട്ട് വാട്ടർ മെട്രോയിൽ കയറാൻ പോണതിന്റെ ത്രില്ലിലാണ് ഞാൻ. എത്തിയപ്പോ തന്നെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് വെച്ചുപിടിച്ചു. ഫോർട്ട് കൊച്ചിന്ന് ഹൈക്കോടതി ജംഗ്ഷൻ വരെയാണ് കേട്ടോ ഇപ്പോൾ വാട്ടർ മെട്രോയുടെ സർവീസ് ഉള്ളത്. ഒരു ടിക്കറ്റിന്റെ ചാർജ് 40 രൂപയാണ്. സാധാരണ മെട്രോയിൽ കയറുമ്പോഴുള്ള പ്രൊസീജിയേഴ്സ് തന്നെയാണ് വാട്ടർ മെട്രോയിലും ഉള്ളത്. ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഈ കാണുന്ന ഗേറ്റിലൂടെ അകത്ത് കിടക്കാം. ഇനിയിപ്പോ ടിക്കറ്റ് കൗണ്ടർ തിരക്കാണെങ്കിൽ കൊച്ചി വൺ ആപ്പിലൂടെ ഓൺലൈനായിട്ടും ടിക്കറ്റ് എടുക്കാം. ഓൺലൈനായിട്ട് എടുക്കുന്നവർക്ക് മൊബൈലിൽ ലഭിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് അകത്ത് കിടക്കാം. പക്ഷെ ഒരു സമയം ഒരാൾക്കുള്ള ടിക്കറ്റ് മാത്രമേ ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ ചെറിയൊരു ക്യൂ ഉണ്ട്. സീറ്റ് കിട്ടാത്തോണ്ടല്ല, നിന്ന് യാത്ര ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ സീറ്റിലിരുന്നില്ല. വേറെ ചിലരും എന്നെപ്പോലെ നിന്ന് യാത്ര ചെയ്യുന്നുണ്ട്. 100 പേർക്ക് ഒരേ സമയം ഈ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യാം. അതിൽ 4 പേര് ക്രൂ മെമ്പേഴ്സും 96 പേര് യാത്രക്കാരും ആയിരിക്കും. ഒരു വെയിലത്തുനിന്ന് കയറി വന്നോണ്ടായിരിക്കും മെട്രോയിലെ സെൻട്രലൈസ്ഡ് AC നല്ല റിലാക്സേഷൻ ആയിരുന്നു. AC മാത്രമല്ല, വൻ സെറ്റപ്പ് തന്നെയുണ്ട് മെട്രോയുടെ ഉള്ളില്. കാറ്റാമറൈൻ സംവിധാനം അഥവാ 2 എഞ്ചിനും സുരക്ഷയുമാണ് പ്രത്യേകത. വെൽ സെക്യൂർഡ് ആയിട്ടുള്ള 3 എമർജൻസി ഡോറുകളാണ് വാട്ടർ മെട്രോയ്ക്കുള്ളത്. ഇതിൽ ഒരെണ്ണം യാത്രക്കാർക്ക് പ്രവേശിക്കാനുള്ള മെയിൻ എൻട്രൻസും മറ്റ് 2 എമർജൻസി എക്സിറ്റുകളുമാണ്. യാത്രക്കാർ കയറി കഴിഞ്ഞാൽ മെയിൻ എൻട്രൻസ് അടയും. പിന്നെ അടുത്ത സ്ഥലത്തെത്തിയാൽ മാത്രമേ തുറക്കൂ. ഇനിയിപ്പോ അത്യാഹിത സാഹചര്യങ്ങളിലോ ക്രൂവിന്റെ അനുവാദത്തോടുകൂടിയൊക്കെ മെയിൻ എൻട്രൻസ് തുറക്കാം. ലൈഫ് ജാക്കറ്റ്, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, യാത്രക്കാർക്കുള്ള എമർജൻസി കോളിംഗ് സംവിധാനം, തീ അണയ്ക്കാനുള്ള ഫോം ഫയർ എക്സ്റ്റിങ്യൂഷൻ, ഇങ്ങനെ നിരവധി സുരക്ഷാ സംവിധാനങ്ങളും ഇതിലുണ്ട് കേട്ടോ. ഓരോന്നും എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് കാണിക്കുന്ന വീഡിയോ മുഴുവൻ സമയം ഇതിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. 24 CCTV ക്യാമറകൾ ഇതിലുണ്ടത്രേ. അതിൽ 4 യാത്രക്കാരെ നിരീക്ഷിക്കാനാണ്. അകത്തെ കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇനി കുറച്ചു നേരം പുറത്തേക്ക് നോക്കിയിരിക്കാം. സ്ലൈഡിംഗ് വിൻഡോസ് അല്ലാത്തതുകൊണ്ട് ഗ്ലാസിനുള്ളിൽ കൂടി വേണം കാഴ്ചകൾ കാണാൻ. വൈപ്പിൻ, മട്ടാഞ്ചേരി, വില്ലിംഗ്ടൺ ഐലൻഡ്, തേവര ഷിപ്പ്യാർഡ്, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, ബോൾഗാട്ടി പാലസ് ഇവയെല്ലാം കടന്നു വേണം ഹൈക്കോർട്ട് ജംഗ്ഷനിലെത്താൻ. ഇതിനിടയിൽ തലങ്ങും വിലങ്ങും പായുന്ന ടൂറിസ്റ്റ് ബോട്ടുകൾ, മത്സ്യബന്ധന ബോട്ടുകൾ, ചരക്ക് കപ്പലുകൾ, അങ്ങനെ കണ്ണിറയെ കാഴ്ചകളാണ്. ബോട്ടിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കയ്യിലെ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. വാട്ടർ മെട്രോയിലെ യാത്ര ഒരു കിടിലൻ അനുഭവമാണ്. അപ്പൊ ഇനിയും വാട്ടർ മെട്രോയിൽ കയറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ കൊച്ചിക്ക് വിട്ടോ, സംഭവം പൊളിയാണ്.